പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാളെ 1200 മേടമാസം 15-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 28-ാം തീയതി സോമവാരം തിങ്കളാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:11 അസ്തമയം വൈകിട്ട് 6:33 നാളത്തെ തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് പരിചിതമാണ്. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാളത്തെ തിഥി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കർത്തവാവ് കഴിഞ്ഞ് ആദ്യത്തെ ദിനമാണ്. വെളുത്തപക്ഷത്തിലെ പ്രതിപദം പ്രഥമ ഒന്നാമത്തെ തിഥിയാകുന്നു. ദാരിദ്ര്യം പ്രതിപദം കുര്യാത്. പ്രതിപദം പ്രഥമ തിഥി ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു. അതിനാൽ സാമ്പത്തിക വിഷയങ്ങളിലൊന്നും തന്നെ നാളത്തെ ദിനം നമുക്ക് ഒരു ശുഭ സൂചക ദിനമല്ല, നക്ഷത്രമല്ല. കാരണം നാളത്തെ നക്ഷത്രവും ഭരണി നക്ഷത്രമാകുന്നു. യമൻ ഉദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ. യമൻ ഭരണിയാണ്. രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം പൂരാടം പുരൂരുട്ടാതി തൃക്കേട്ട ഈ 7 നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാവുന്നു. യാത്ര പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത നക്ഷത്രങ്ങളാവുന്നു. അതിനാൽ നാളത്തെ ദിനം ഒരു ശുഭകാര്യങ്ങൾക്കും അഭികാമ്യമായ ഒരു ദിനമല്ല. നക്ഷത്രം കൊണ്ടും തിഥി കൊണ്ടും ഒന്നും തന്നെ ശുഭ വിഷയങ്ങൾക്ക് നല്ല നക്ഷത്രമല്ല. നാളെ ഭരണി നക്ഷത്രം പ്രായണ നാം കിണർ കുഴിപ്പാനും അപ്രകാരം തന്നെ ശത്രു സംഹാര പൂജ ചെയ്യുവാനും വളരെ അനുകൂലമായ നക്ഷത്രമാകുന്നു. ശത്രുക്കളെ നശിപ്പിക്കാൻ ഭരണി നക്ഷത്രത്തിന് വളരെയധികം കഴിവുണ്ട്. അപ്രകാരം തന്നെ വിഷസംബന്ധമായ പ്രവർത്തനങ്ങൾക്കും കൃഷിപ്പണികൾക്കും ഭരണി നക്ഷത്രം സ്വീകരിക്കുന്നത് ഉത്തമമായി കാണപ്പെടുന്നു. നാളെ തിങ്കളാഴ്ചയാണ്. നിങ്ങൾക്ക് ഭരണി നക്ഷത്രം ദേവിയുടെ നക്ഷത്രമാണ്. നാളെ തിങ്കളാഴ്ചയും ഭരണി നക്ഷത്രം മേടൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രവുമാണ്. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാട് ചെയ്യുന്നത് വളരെ ഗുണമാണ്. ഭരണിപുരം പൂരാടം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ശുക്രനാകുന്നു. ശുക്രനെ കൊണ്ടാണ് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ ഭൃഗുനന്ദനഹ, അന്നപൂർണേശ്വരി ലക്ഷ്മി വടയക്ഷി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹങ്ങളാകുന്നു ശുക്രൻ. അതിനാൽ ഭദ്രകാളി ക്ഷേത്ര ദർശനവും വഴിപാടുകളും ചെയ്യുന്നത് നാളത്തെ ദിനത്തെ നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന് അനുഭവമുണ്ടാകും. കാളിമന്ത്രം, മൂലമന്ത്രം പലപ്പോഴും ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഃ വളരെയധികം വൈബ്രേഷൻ തരുന്ന മന്ത്രമാകുന്നു. 108 തവണ ജപിക്കണമെന്നില്ല. മൾട്ടിപ്പിൾ ഓഫ് 9 ഒരു 18 തവണയൊക്കെ ജപിക്കുകയാണെങ്കിൽ ഈ മേൽപ്പറഞ്ഞ ഈ മന്ത്രം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എനർജി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എനർജി ആയിരിക്കും. നിങ്ങളുടെ മൂലാധാരത്തിൽ ഇത് വളരെയധികം ശക്തിപ്പെടുത്തും. വെറും തറയിലിരുന്ന് ജപിക്കാൻ പാടില്ല. ബെഡ്ഷീറ്റ്, പായ മുതലായ സ്ഥലങ്ങളിൽ ഇരുന്ന് ജപിക്കുക. വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഈ മന്ത്രത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.